ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മെത്തേഡ് എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇഷ്ടം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് താല്പര്യം, എത്രത്തോളം അവർക്ക് നിങ്ങളുടെ അടുത്ത് താല്പര്യമുണ്ട്, നിങ്ങളുടെ എന്ത് നേച്ചറാണ് അവർക്ക് ഇഷ്ടം എന്നതിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളിൽ അവർ അട്രാക്ട് ആയിട്ടുള്ളത് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. അപ്പോൾ ഇത് ഒരിക്കലെങ്കിലും ഈ ഒരു ക്വസ്റ്റിന് നിങ്ങളുടെ അടുത്ത് പ്രണയം തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, ഫ്രണ്ട്ഷിപ്പ് തോന്നിയിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുക. തികച്ചും ഒന്നും അറിയാത്ത ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റില്ല. അവർക്ക് നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഉണ്ട് എങ്കിലാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഉള്ളത് എന്ന് കാണാൻ പറ്റുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു തമ്പനിൽ കണ്ട് ഇത് എടുത്തിട്ടുണ്ട് എങ്കിൽ, ഈവൻ നിങ്ങളുടെ ക്രഷ് ആണെങ്കിൽ പോലും അവർക്ക് നിങ്ങളുടെ അടുത്ത് എന്താണ് ഇമോഷൻ ഉള്ളത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് നിങ്ങളോട് ഇമോഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് കാർഡ്സ് ഷഫിൾ ചെയ്യാം. ആൻഡ് ഒരു വ്യക്തി നമ്മുടെ അടുത്ത് ഇൻട്രസ്റ്റഡ് ആകണം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നമ്മളടുത്ത് അട്രാക്റ്റഡ് ആകണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉന്നക്കായ് ബ്രേസ്ലെറ്റോ കാർണേലിയൻ ബ്രേസ്ലെറ്റോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കാർണേലിയന്റെ ജ്വല്ലറീസ് ഇടുന്നതായിരിക്കും. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നിങ്ങൾക്ക് ഫർദർ മോർ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സ്റ്റോൺസ് ആൻഡ് സൈറ്റിൽ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് കാർഡ് വീണു. വാവ്, നൈറ്റ് ഓഫ് കപ്സ് എനർജി, Hanged Man energy, and 7 of Pentacles energy, and I think Sun energy. Okay, from this first card എനിക്ക് മനസ്സിലാവുന്നത്, റൊമാൻറ്റിക് നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ എല്ലാവരോടും അങ്ങനെ ഒരു റൊമാൻറ്റിക് കണക്ഷൻ വെക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ലെങ്കിലും നിങ്ങൾക്ക് സ്പാർക്ക് തോന്നുന്ന വ്യക്തികളോട് റൊമാൻറ്റിക് കണക്ഷൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, റൊമാൻറ്റിക്കലി കണക്റ്റഡ് ആവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. ആൻഡ് നിങ്ങൾ ഒരു ഭയങ്കര പുറമേയൊക്കെ ഇങ്ങനെ ചാടിത്തുള്ളി നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഉള്ളുകൊണ്ട് ഭയങ്കര ഇൻട്രോവേർട്ടാണ്, ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതായത് പുറമേ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് എൻജോയ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിലേക്ക് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന വ്യക്തികളായിരിക്കും. അല്ലാതെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പല എനർജിയിലും സ്റ്റക്കാണ്, പല എനർജി നിങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ നിങ്ങൾ വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. ആൻഡ് നിങ്ങളുടെ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഹെയർ അവർക്ക് വളരെയധികം ഇഷ്ടമാണ്, അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ കണ്ണുകൾ അവർക്ക് വളരെയധികം ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ചിലപ്പോൾ ടാറ്റു അടിച്ചിട്ടുണ്ടായിരിക്കാം, അത് അവർക്ക് ഇഷ്ടമായിരിക്കാം. എവിടെയൊക്കെയോ നിങ്ങളൊരു തപ്പലുണ്ട്, ഒരു സ്ലോ പ്രോസസ് എനർജി ഉണ്ട്, ആ സ്ലോ പ്രോസസ് എനർജി അവർക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ഒരു ചൈൽഡിഷ് എനർജിയിൽ നിൽക്കുന്നത് അവർക്ക് വളരെയധികം താല്പര്യമാണ്. മേ ബി നിങ്ങൾ ഫുഡ് കഴിക്കാൻ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആളായിരിക്കാം, ഇല്ലെങ്കിൽ തീരെ നിങ്ങൾ ഫുഡ് കഴിക്കാത്ത ആളായിരിക്കാം. എനിക്ക് തോന്നുന്നത് മേ ബി നിങ്ങൾ ഫുഡ് കഴിക്കുന്ന രീതിയിൽ ഇവർക്ക് എന്തൊക്കെയോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പോയി ഫുഡ് കഴിക്കാൻ അവർക്ക് വളരെയധികം ഇഷ്ടമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ലെങ്കിൽ മേ ബി നിങ്ങൾ ഫുഡ് കഴിക്കാൻ എന്ന വ്യാജേനയായിരിക്കാം ഒത്തിരി കണ്ടിട്ടുള്ളത്. സോ ആ ഒരു കാര്യം അവർക്ക് വളരെയധികം ഇഷ്ടം, അല്ലെങ്കിൽ ആ ഒരു ടൈം അവർ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എന്നൊരു എനർജി കാണുന്നുണ്ട്. ആൻഡ് മേ ബി നിങ്ങൾ ഓഫീസിലായിരിക്കാം, ലഞ്ച് ടൈമിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടുക, അങ്ങനെ ആയിരിക്കാം. ആൻഡ് നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായ ഒരു ഫെമിനിൻ എനർജി ഉണ്ട്, ഒരു നർച്ചറിങ് എനർജി ഉണ്ട്, ഒരു കെയറിങ് എനർജി ഉണ്ട്. ആ എനർജി വളരെ ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് ആ ഒരു എനർജിയിൽ നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ നിങ്ങൾ അവരുടെ പിറകെ പോകുന്നതും കഴിച്ചോ അങ്ങനെയുള്ള രീതിയിൽ കാര്യങ്ങൾ തിരക്കുന്നതും അവർക്ക് വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ്. ശരിയായിരിക്കും, അവർക്ക് വേറൊരു കണക്ഷനോ ചിലപ്പോൾ നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോ ആയിരിക്കാം, പക്ഷെ നിങ്ങളുടെ സ്പേസ് അവർ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് ഇപ്പൊ അവർക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും നിങ്ങളിൽ അവർ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയതിന്റെ റീസൺ എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് പാസ്റ്റിലെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം, അതിൽ വെച്ച് ഇവര് വളരെയധികം നിങ്ങളെ കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം. കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ പലപ്പോഴും ബെസ്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളെ പോലെ ഒരു വ്യക്തിയെ കിട്ടിയാൽ മതിയായിരുന്നു എങ്കിൽ ആദ്യമേ എന്റെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി ഉണ്ടായേനെ എന്നൊരു രീതി കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾ തമ്മിൽ നല്ല വൈബാണ്, നിങ്ങൾ തമ്മിൽ സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ എത്ര സമയം പോയാലും മനസ്സിലാകാത്ത ലേറ്റ് നൈറ്റ് കോൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം അവർക്ക് വേണ്ടി എഫേർട്ട് എടുക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ കൊണ്ട് അവർക്കിപ്പോ ഒരു ആവശ്യം പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു
ഫുൾ ആയിട്ട് എഫേർട്ട് എടുത്ത് കൊടുക്കുന്ന ഒരു എനർജിയാണ്. ആൻഡ് നിങ്ങളുടെ എനർജി പരമാവധി ബാലൻസ്ഡ് ആക്കി വെക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ വേറൊരു വ്യക്തി വരുന്നത് നിങ്ങൾക്ക് ടോളറബിൾ അല്ല. നിങ്ങൾ അതിൽ നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മറ്റാരോടെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈഗോ ഉണ്ടാകുന്നത്, കുശുമ്പുണ്ടാകുന്നത് ഈ പേഴ്സൺ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളെ വയലന്റ് ആക്കാൻ വേണ്ടി പലപ്പോഴും നിങ്ങളോട് പിണങ്ങിയിരിക്കുമ്പോൾ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു പേഴ്സൺ അങ്ങനെ ചെയ്യാറുണ്ട്. ബിക്കോസ് നിങ്ങൾ അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഫയർ എനർജി കണ്ടു നിൽക്കാൻ ഈ ഒരു പേഴ്സൺ ഇഷ്ടമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശബ്ദം ഉയർത്തുന്നു, നിങ്ങൾ വഴക്കുണ്ടാക്കി പോകുന്നു, ഈ ഒരു കൈൻഡ് ഓഫ് രീതി, ഈ ഒരു വൈബ്രേഷൻ അവർക്ക് വളരെ ഇഷ്ടമാണ്. അവർ പലപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 4 of Wands and 2 of Swords. അതായത് നിങ്ങൾ വിവാഹം കഴിക്കണം എന്നുള്ള ഇൻട്രസ്റ്റ് ഇവർക്കുണ്ട്. പക്ഷെ ഇവർക്ക് ബൗണ്ടറീസ് ഉള്ളത് കൊണ്ട് അത് സാധിക്കുന്നില്ല. എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഇവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഇവർക്ക് അതൊന്നും പോസിബിൾ ആകുന്നില്ല. മേ ബി ഒരു പേഴ്സൺ പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് വളരെയധികം ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ നിങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് നാച്ചുറൽ കൂൾ ഇഫക്റ്റ് അല്ലെങ്കിൽ ഒരു റീബർത്ത് എനർജി കൊടുക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് പലപ്പോഴും അവരുടെ മുങ്ങിക്കിടന്ന ആ ഒരു ലൈഫിനെ പൊക്കിക്കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഭയങ്കര ഇരുട്ടായിരുന്ന ആ ഒരു ലൈഫിനെ ബ്രൈറ്റൻ ചെയ്തത് നിങ്ങളാണ്, അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണചന്ദ്രൻ അവരുടെ ലൈഫിൽ പലപ്പോഴും നിങ്ങളാണ് എന്നൊരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. സോ നിങ്ങളിപ്പോ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാലും പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ നെഗറ്റീവും പോസിറ്റീവും ഒരുപോലെ എൻജോയ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന, അല്ലെങ്കിൽ അത് കാണാൻ ഇഷ്ടമുള്ള ഒരു എനർജി വൈബ്രേഷൻ ആണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. ഈ ഒരു പേഴ്സൺ പുറമെ ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു സ്വഭാവം ഉള്ള ആളാണെങ്കിലും നിങ്ങളെ പോലെ തന്നെ ഇമ്മച്ചുവർ ആയിട്ടുള്ള എനർജി ഉള്ള വ്യക്തിയാണ്. ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ വളരെയധികം പാഷനേറ്റ് ആണ്. സോ എനിക്ക് തോന്നുന്നു നമുക്ക് കിട്ടിയ ആള്, അല്ലെങ്കിൽ എനർജി കണക്ട് ചെയ്യാൻ പറ്റിയ ഒരാളെന്ന് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളോട് അവർക്ക് ഭയങ്കരമായി ഇമോഷൻസ് ഉണ്ട്. ഓക്കെ, മേ ബി പ്രസന്റ്ലി നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരിക്കാം ഈ ഒരു പേഴ്സണുമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വിൽ കം ബാക്ക് ടു യു ബിക്കോസ് ലവേഴ്സ് കാർഡ് എനർജിയാണ് കിട്ടിയത്. സോ നിങ്ങൾ നല്ല രീതിയിൽ എനർജി ബാലൻസ് ചെയ്യുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്കേ സാധിക്കുകയുള്ളൂ. അങ്ങനത്തെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇമോഷണൽ എനർജിയാണ് കിട്ടുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് മെസ്സേജും കൂടി നോക്കാം ഈ ഒരു പേഴ്സന്റെ. എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ എന്താ ചിന്തിക്കുന്നത് എന്ന് ആലോചിച്ചെടുത്ത ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കാം. ഓക്കെ, ആദ്യം തന്നെ കിട്ടിയത് ഡിസ്റ്റൻസ് ഇസ് കില്ലിങ് മീ. അതായത് ഈ ഒരു പേഴ്സണ് കുറച്ച് സമയം പോലും നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ്. എപ്പോഴും നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കണം എന്നൊരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. ഞാൻ എന്നും നിന്റെയാണ്, നിന്റെ മാത്രമാണ്. യെസ്, ഈ ഒരു പേഴ്സൺ ക്രഷ് ആണോ, നിങ്ങൾ ഏത് രീതിയിലുള്ള പേഴ്സണെയാണ് നിങ്ങൾ ഇതിനകത്ത് നോക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു പേഴ്സൺ എക്സ്ട്രീംലി നിങ്ങളടുത്ത് അട്രാക്റ്റഡ് ആണ്. ഐ വോണ്ട് യു, യെസ്, എനിക്ക് ഇതിന്റെ വേണം, യെസ്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതായിട്ട് ഈ ഒരു പേഴ്സൺ മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാവുന്നത്, നിങ്ങൾ ഹഗ് ചെയ്യുന്നത്, നിങ്ങൾ ടച്ച് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ വളരെയധികം ഇഷ്ടമാണ്, അല്ലെങ്കിൽ അത് ആ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അൺകണ്ടീഷണലി ഈ ഒരു പേഴ്സൺ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മീറ്റ് ചെയ്തതിൽ വളരെയധികം ഗ്രേറ്റ്ഫുൾ ആണ്, യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. ആദ്യം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഫ്രണ്ട് ആയിരുന്നിരിക്കും, പക്ഷെ പിന്നെ 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 അത് ഒരു ഭയങ്കര ഒരു മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു കൈൻഡ് ഓഫ് രീതിയിലുള്ള റിലേഷൻഷിപ്പായി മാറി എന്നതാണ് കാണുന്നത്. എത്രത്തോളം ഡിസ്റ്റന്റ് ആവും അത്രത്തോളം ഈ ഒരു പേഴ്സന്റെ റിലേഷൻഷിപ്പ് ദുസ്സഹമായി പോകും, അത്രത്തോളം ബുദ്ധിമുട്ടാകും അയാൾക്ക് എന്നതാണ് കാണുന്നത്. ഹി ഓർ ഷീ ലവ് യുവർ ലിപ്സ്. നിങ്ങളുടെ ചുണ്ടുകൾ അവർക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നതാണ്. ആൻഡ് ഒരു പക്ഷെ നിങ്ങളെ മാരി ചെയ്യാൻ പറ്റാത്തതിൽ നിങ്ങളെക്കാൾ കൂടുതൽ സങ്കടം അവർക്കായിരിക്കും. നിങ്ങളെ മീറ്റ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഓഫ് അവരുടേതായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ കണക്ഷനും ആയിരിക്കാം. ഭയങ്കരമായി ഈ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ വിചാരിക്കുന്ന പോലുള്ള ഒരു വൈബ്രേഷൻ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഈ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെന്നത് അവരുടെ ലൈഫിലെ ഒരു കൈൻഡ് ഓഫ് സ്റ്റാർ ആണ്. ഓക്കെ, ആൻഡ് യെസ്, ഈ ഒരു പേഴ്സൺ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു പേഴ്സന്റെ തൊട്ടടുത്ത് നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു എനർജിയാണ്. നിങ്ങൾ ഇല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം ബുദ്ധിമുട്ടാണ്. യെസ്, ഐ വിഷ് യു ആർ മൈൻ. അതായത്
ഈ ഒരു എല്ലാത്തിലും എന്റേതാകണം എന്നുള്ളൊരു എനർജിയാണ്. അല്ലാതെ വേറൊരു കാര്യം കിട്ടിയിട്ടില്ല. ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും അല്ലെ, പക്ഷെ ഇതിനകത്തൊക്കെ കിട്ടുന്ന ഐ ലുക്ക് എവ്രിവെയർ, എല്ലായിടത്തും ഞാൻ നിന്നെ തിരഞ്ഞുകൊണ്ടിരിക്കും, എവിടെ പോയാലും എനിക്ക് നിന്റേതായിട്ടുള്ള പേരും അതും ഇതൊക്കെ കേൾക്കാൻ പറ്റും, അതുപോലെ നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നോ വൺ ക്യാൻ റീപ്ലേസ് യു, അതായത് നിങ്ങളെ പകരം വെക്കാൻ വേറെ ആർക്കും പറ്റില്ല, ഇന്നവരേക്കും പറ്റിയിട്ടുമില്ല. യെസ്, ഡേറ്റിന് പോകാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആൻഡ് ഐ ലവ് യുവർ ഹെയർ. ഓക്കെ, അത് നമ്മൾ തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ. ആൻഡ് ഐ വോണ്ട് ബി യുവർ ടെഡി ബിയർ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ടെഡി ബിയർ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മേ ബി ഇതുമായിട്ട് കമ്പാരിസൺ ചെയ്ത് എന്തെങ്കിലും ഒരു ടോക്ക് നിങ്ങളുടെ ഇടയിൽ വരുന്നുണ്ടായിരിക്കാം. നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം ഒരു ഹഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് ഇവര് വിചാരിക്കുന്നുണ്ട്. അതുപോലെ മറ്റാരെയും പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു കോസി ഇഫക്റ്റ് വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് എപ്പോഴും നിങ്ങൾ അവരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓൾറെഡി ഈ ഒരു പേഴ്സൺ അട്രാക്റ്റഡ് ആണ്. ആൻഡ് ക്ലിയർ കട്ടായിട്ട് നമുക്ക് മെസ്സേജ് കിട്ടുന്നുണ്ട്. എന്താണോ നമുക്ക് കാർഡ്സിൽ കിട്ടിയത് അത് തന്നെയാണ് നമുക്ക് ഡയറക്റ്റ് മെസ്സേജിലും കിട്ടിയത്. സോ കാർഡ്സിൽ ക്ലിയർ ആവാത്തവർ ഡയറക്റ്റ് മെസ്സേജിൽ ക്ലിയർ ആയിക്കോ. അപ്പൊ നിങ്ങളത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും, ഈ ഒരു പേഴ്സൺ പ്രസന്റ്ലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മോസ്റ്റ് ഓഫ് നെഗറ്റീവ് ആണെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ വളരെ പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ആ കാര്യങ്ങളിലായിരിക്കാം ഈ ഒരു പേഴ്സൺ ഒരു പരിധിവരെ അട്രാക്റ്റഡ്. ഓക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഉത്തരം പറയാതിരിക്കുക, പെട്ടെന്ന് അപ്സെറ്റ് ആയി പോവുക, ഈ കൈൻഡ് ഓഫ് ചെറിയ കാര്യങ്ങൾ പോലും ആ ഒരു പേഴ്സൺ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൽ കംഫർട്ടബിൾ ആണ്. ആൻഡ് ആ ഒരു വ്യക്തി നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളെ ഒന്ന് ചൊടിപ്പിക്കാൻ, ഒന്ന് ദേഷ്യപ്പെടുത്താൻ ഈ ഒരു പേഴ്സൺ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ്, അതിൽ താല്പര്യമുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. റെസൊണേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഒരു വീഡിയോ ആയിട്ട് കാണാൻ. ബൈ.